Hi students, our next topic is runtime environments. Runtime environments in compiler design. Compiler design എന്താണ് runtime environment എന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി നമ്മുടെ സോഴ്സ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി കമ്പൈൽ ചെയ്ത ഈ ടെക്സ്റ്റിനെ നമ്മൾ ഇനി എന്താണ് ഒരു ഹാർഡ് ഡിസ്കിലാണ് ഇതുവരെ സേവ് ചെയ്തിട്ടുണ്ടാവുക. ഒരു പ്രോഗ്രാം C ആയിക്കോട്ടെ C# ആയിക്കോട്ടെ നമ്മൾ ആ ഒരു പ്രോഗ്രാമിനെ സേവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഗോസ് ടു ഹാർഡ് ഡിസ്കിലാണ് അത് സേവ്ഡ് ആവുന്നത്. ഓക്കെ, നമ്മൾ മെയിൻ മെമ്മറിയിലാണ് നമ്മൾ എക്സിക്യൂഷൻ നടക്കുന്നത്. സോ നമ്മളുടെ ഈ റൺ ടൈം എൻവയോൺമെൻറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പൈൽ ടൈമിലുള്ള ഈ സോഴ്സ് ടെക്സ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ OSനോട് ഡിമാൻഡ് ചെയ്യണം, വി നീഡ് സം മെയിൻ മെമ്മറി ഫോർ ദി എക്സിക്യൂഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ പ്രോഗ്രാം. ഈ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷന് വേണ്ടിയിട്ട് വി നീഡ് സം മെയിൻ മെമ്മറി ബ്ലോക്സ്. അപ്പോൾ OS ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ഈ മെയിൻ മെമ്മറിയിൽ ആണ് എന്താണ് മെയിൻ മെമ്മറിയിൽ ഉള്ള ഒരുപാട് സോഴ്സസും അതിൻ്റെ സർവീസസുമാണ് നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ. ഈ പ്രോഗ്രാമിലുള്ള വേരിയബിൾസ്, ഈ പ്രോഗ്രാം ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടുള്ള പ്രൊസീജിയേഴ്സ്, വേരിയബിൾസ്, വേറെ എന്തെല്ലാം ഫംഗ്ഷൻ കോൾസ്, പ്രൊസീജിയർ കോൾസ് എല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഷുഡ് ബി ടേക്ക് പ്ലേസ് ഇൻ എവിടെയാണ്? മെയിൻ മെമ്മറിയിലാണ്. സോ ആ മെയിൻ മെമ്മറിയിലാണ് നമ്മൾ OS ആണ് നമുക്ക് ആ മെയിൻ മെമ്മറി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോഴ്സ് ടെക്സ്റ്റ് മസ്റ്റ് ഒക്കർ അറ്റ് റൺ ടൈം ടു ഇംപ്ലിമെൻറ്റ് ദി പ്രോഗ്രാം. ഓക്കെ, സോഴ്സ് ടെക്സ്റ്റ് എന്ന് പറയുന്ന കമ്പൈൽ ടൈമിലുള്ള അല്ലെങ്കിൽ കമ്പൈലേഷൻ ഫേസിലുള്ള സോഴ്സ് ടെക്സ്റ്റിനെ നമ്മളൊരു റൺ ടൈമിലേക്ക് അല്ലെങ്കിൽ റൺ ടൈം എൻവയോൺമെൻറ്റിലേക്ക് എടുക്കണം ടു ഇംപ്ലിമെൻറ്റ് ദി പ്രോഗ്രാം. ഓക്കെ, പിന്നെ പ്രൊസീജിയേഴ്സും ഐഡൻറ്റിഫയേഴ്സും നെയിംസിനെ എല്ലാം നമ്മൾ ആക്ച്വൽ മെമ്മറിയിലേക്ക് മാപ്പ് ചെയ്യണം. നമ്മൾ എന്തെല്ലാമാണോ ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ ഒരു സോഴ്സ് പ്രോഗ്രാമിലുള്ള എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം? 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാണ്. സോ ഓൾ ദി നെയിം ഓഫ് ദി പ്രൊസീജിയേഴ്സ് ആൻഡ് ഐഡൻറ്റിഫയേഴ്സിൻ്റെ നെയിംസ് ഇതിനെല്ലാം ആക്ച്വൽ മെമ്മറി കൊടുക്കണം. എങ്കിൽ മാത്രമേ അവിടെ ഒരു എക്സിക്യൂഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പം നമ്മളുടെ OS പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ലൈബ്രറീസ്, എൻവയോൺമെൻറ്റ് വേരിയബിൾസ്, ഓക്കെ, എൻവയോൺമെൻറ്റ് വേരിയബിൾസ്, ഇതൊക്കെയാണ് നമ്മൾ എങ്ങനെയൊക്കെയാണ് എക്സിക്യൂഷൻ നടക്കേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ OS ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സോഴ്സ് ലാംഗ്വേജ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഈ സോഴ്സ് ലാംഗ്വേജ് ഇഷ്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു പ്രൊസീജിയർ എന്നാണ് നമ്മളിങ്ങനെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിലുള്ള ഒരു ഫംഗ്ഷൻ കോൾ അല്ലെങ്കിൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിഫയർ. പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പ്രൊസീജിയർ റീഡ് അറേ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഐഡൻറ്റിഫയർ ഉണ്ടാവും, ഐഡൻറ്റിഫയർ വിത്ത് എ സ്റ്റേറ്റ്മെൻറ്റ്, അതിനെയാണ് നമ്മൾ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊസീജിയറിൻ്റെ പേരെന്താണോ, റീഡ് അറേ എന്ന് പറയുന്നതാണ് പ്രൊസീജിയറിൻ്റെ പേര്, സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ആ പ്രൊസീജിയറിൻ്റെ ബോഡി, അതായത് എന്താണ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടുള്ളതിനെയാണ് വി ജസ്റ്റ് കോൾ ഇറ്റ് ആസ് എ സ്റ്റേറ്റ്മെന്റ്. സോ പ്രൊസീജിയർ എന്ന് പറയുന്നതാണ് നമ്മൾ ഇനി കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നതിൻ്റെ പിന്നെ എന്താണ് പ്രോസസ്സിങ്ങും കാര്യങ്ങളും, പ്രൊസീജിയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ കോൾ എവിടെയാണ് ഉണ്ടാവുന്നത്? പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊസീജിയർ റീഡ് അറേ എന്ന് പറയുമ്പോൾ ഇവിടെ റീഡ് അറേനെ റീഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ടാസ്ക് ആണ് ഇവിടെ പെർഫോം ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ദി സ്റ്റേറ്റ്മെന്റ് ഓർ ദി പ്രൊസീജിയർ ബോഡി എന്താണ് അവിടെ ചെയ്യേണ്ടതെന്ന് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഒരു വേരിയബിൾ അവിടെ ഇൻറ്റീജർ ആയിട്ട് ഡിക്ലെയർ ചെയ്തു, എന്നിട്ട് ഫോർ i = 1 to 9 ഡു റീഡ് a of i എന്ന് പറയുന്നതിനെ റീഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റിനാണ് നമ്മൾ പ്രൊസീജിയർ ബോഡി എന്ന് പറയുന്നത്. സോ നമ്മൾ ഇനി പ്രൊസീജിയർ കോൾസ് ആണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പോകുന്നത്. ഓക്കെ, പ്രൊസീജിയർ നെയിംസ് അപ്പിയേഴ്സ് വിത്ത് ഇൻ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിലാണ് നമ്മളൊരു പ്രൊസീജിയറിനെ കാണാം, അതായത് മെയിൻ സ്റ്റേറ്റ്മെന്റ്. നമ്മളിവിടെ റീഡ് അറേ എന്ന് പറയുന്ന ഈ പ്രൊസീജിയറിനെ നമ്മൾ മെയിനിന്റെ ഉള്ളിലാണ് അധികം കാണുന്നത്. അധികം നല്ല അത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിലായിരിക്കണം പ്രൊസീജിയറിനെ കാണേണ്ടത്. അവിടെയാണ് നമ്മൾ പ്രൊസീജിയറിനെ വിളിക്കുന്നത്. സെമി കോളൻ ഇട്ട് നമ്മൾ ആ പ്രൊസീജിയർ എന്താണോ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള പ്രൊസീജിയർ, ആ പ്രൊസീജിയറിനെ നമ്മൾ വിളിക്കുന്നു. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രൊസീജിയർ കോൾ. വാട്ട് ഈസ് ആൻ ആക്ടിവേഷൻ ട്രീ? ആക്ടിവേഷൻ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂഷൻ ഓഫ് പ്രൊസീജിയർ, ആക്ടിവേഷൻ ഓഫ് ദി പ്രൊസീജിയർ. അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ആ പ്രൊസീജിയറിനെ ഇവിടെ ഈ പ്രൊസീജിയറിനെ വിളിക്കുമ്പോഴാണ് റീഡ് അറേ എന്ന് പറയുന്നതിലേക്ക് കൺട്രോൾ പോയിട്ട് അവിടെയുള്ള സംഭവം അവിടെ എക്സിക്യൂട്ട് ആവുന്നത്. അല്ലെങ്കിൽ റീഡ് അറേ എന്താണ് റീഡ് അറേ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് നമ്മളവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതവിടെ എന്താവും? ആക്ടിവേറ്റഡ് ആവും. ആ പ്രൊസീജിയർ അവിടെ തുടങ്ങും, എന്നിട്ട് അതിൻ്റെ എൻഡിൽ ആ പ്രൊസീജിയർ അവിടെ കഴിയും. ഓക്കെ, സ്റ്റാർട്ടിങ് ഓഫ് ദി പ്രൊസീജിയർ, എൻഡിങ് ഓഫ് ദി, അതാണ് ആ പ്രൊസീജിയർ ആക്ടിവേറ്റഡ് ആവും ഒരു പ്രൊസീജിയർ കോൾ വിളിക്കുമ്പോൾ. അതാണ് ആക്ടിവേഷൻ ഓഫ് ദി procedure നോട് ഉദ്ദേശിക്കുന്നത്. That is nothing but the execution of the procedure. Okay, then
ഈ എയും ബി രണ്ട് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്ന നമ്മൾ ഇവിടെ റീഡ് അറേന്ന് കൊടുത്ത പോലെ പ്രൊസീജിയർ എ പ്രൊസീജിയർ ബി എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം ആ രണ്ട് പ്രൊസീജിയേഴ്സ് വിൽ ബി നോൺ ഓവർലാപ്പിംഗ് ഓർ നെസ്റ്റഡ്. നോൺ ഓവർലാപ്പിംഗ് ആയിരിക്കണം. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ മെയിനിൻ്റെ ഉള്ളിൽ റീഡ് അറേ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിനെ വിളിച്ചിട്ടുണ്ട്, ക്വിക്ക് സോർട്ട് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിനെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം റീഡ് അറേ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിനെ വിളിക്കുമ്പോൾ ഓൾറെഡി റീഡ് അറേയിലേക്ക് അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു രണ്ട് പ്രോഗ്രാം റീഡ് അറേ എന്താണോ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അത് ആദ്യം ആക്ടിവേറ്റഡ് ആയിട്ടാണ് രണ്ടാമത്തെ ക്വിക്ക് സോർട്ട് എന്ന് വിളിച്ചിരിക്കുന്നത് ആക്ടിവേറ്റ് ആവുക. ഓക്കെ, അപ്പോൾ നോൺ ഓവർലാപ്പിംഗ് ആണ്. അത് രണ്ടും രണ്ട് രീതിയിലാണ്. അല്ലെങ്കിൽ ഇവിടെ ഇത് അങ്ങനെ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ഒരു ആക്ടിവേഷൻ ട്രീ ആയിട്ട് പ്രൊസീജിയേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് അതിനെയാണ് നമ്മൾ ആക്ടിവേഷൻ ട്രീ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു റെപ്രസെന്റേഷൻ, എങ്ങനെയാണ് ഒരു ഫ്ലോ, കൺട്രോൾ ഫ്ലോ എന്ന് പറയുന്നത് എങ്ങനെയാണ്. സോ ആക്ടിവേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളൊരു ട്രീ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ പ്രോഗ്രാം കോഡിലുള്ള ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സിന്റെ കോളിങ്ങും അതിന്റെ ആക്ടിവേഷനും എവിടെയൊക്കെ നടക്കുന്നു. അപ്പോൾ മെയിൻ ആയിരിക്കും എപ്പോഴും നമ്മളുടെ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൽ റീഡ് അറേ എന്ന് പറയുന്നതും ക്വിക്ക് സോർട്ട് എന്ന് പറയുന്ന രണ്ട് പ്രൊസീജിയർ ഇവിടെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, കോൾ ചെയ്തിട്ടുണ്ട് മെയിനിൻ്റെ ഉള്ളിൽ. സോ ദാറ്റ് ഈസ് റീഡ് അറേ ആൻഡ് ക്വിക്ക് സോർട്ട്. ഇവിടെ ക്വിക്ക് സോർട്ട് എന്ന് പറയുന്നതിനാണ് നമ്മളിവിടെ അടുത്ത ക്വിക്ക് സോർട്ട് എന്ന് വിളിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ക്വിക്ക് സോർട്ടിലേക്ക് പോകുന്നു. അത് ഇവിടെ എന്താണ് ഫോർമൽ പാരാമീറ്റേഴ്സ് വെച്ച് ഡിക്ലെയർ ചെയ്തിട്ടുള്ള രണ്ട് കാര്യം. ഇവിടെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഇവിടെ പാസ് ചെയ്തു. ദെൻ ക്വിക്ക് സോർട്ടിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്? ക്വിക്ക് സോർട്ടിൻ്റെ ഉള്ളിൽ എന്താണ്? പാർട്ടീഷൻ എം എന്ന് പറയുന്നത് വീണ്ടും വേറൊരു പ്രൊസീജിയർ ഉണ്ട്. ക്വിക്ക് സോർട്ട് എന്ന് പറയുന്ന MI-1 എന്ന് പറയുന്നതും ക്വിക്ക് സോർട്ട് I+1 N എന്ന് പറയുന്ന രണ്ട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ എല്ലാം ഈ ഫോർമൽ പാരാമീറ്റേഴ്സിന് ഇവിടെയൊക്കെ നമ്മൾ ആക്ച്വൽ പാരാമീറ്റേഴ്സ് വെച്ച് വിളിക്കുമ്പോഴാണ് ഇതെന്താവുന്നത്, ഈ പ്രൊസീജിയർ വർക്ക് ആവുന്നതും. ആ പ്രൊസീജിയറിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു വാല്യൂ ഈ ക്വിക്ക് സോർട്ട് എന്ന് വിളിക്കുമ്പോൾ ക്വിക്ക് സോർട്ട് എന്താണോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആ ക്വിക്ക് സോർട്ടിൽ നിന്റെ ഒരു ഫൈനൽ ആൻസർ നമുക്ക് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇതാണ് ആക്ടിവേഷൻ ഓഫ് ദി പ്രൊസീജിയറും ആ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം റിട്ടേൺ ചെയ്യുന്ന ഒരു വാല്യൂ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് സിംപ്ലി ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ അത് എങ്ങനെയായിരിക്കണം? നോൺ ഓവർലാപ്പ് ആയിരിക്കണം. ഒരു ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ഒരു മെയിൻ പ്രോഗ്രാമിൽ മെയിൻ എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള സെക്ഷനിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അതൊരിക്കലും ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ നെസ്റ്റഡ് ആയിരിക്കണം. എങ്ങനെയാണ് നെസ്റ്റഡ് എന്ന് പറയുന്നത്? എ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലായിരിക്കണം ബി എന്ന് പറയുന്നത് ഇങ്ങനെ. അപ്പം നെസ്റ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കണം. ഓക്കെ, ദെൻ ഇതാണ് ഒരു പ്രോഗ്രാം സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഇതിൽ റീഡ് അറേ വിളിച്ചിട്ടുണ്ട്, ക്വിക്ക് സോർട്ട് വിളിച്ചിട്ടുണ്ട്. അതൊന്നും ഓവർലാപ്പിംഗ് അല്ല. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബ്ലോക്കിന്റെ റെപ്രസെന്റേഷൻ ആണ് ഇത്. ഒരു ട്രീ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതിനെയാണ് വി ജസ്റ്റ് കോൾ ഇറ്റ് ആസ് ആക്ടിവേഷൻ ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, then that's all for activation tree and runtime environments. നമ്മൾ ഇനി പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് അധികം പഠിക്കാൻ പോകുന്നത്. ഇതാണ് ഒരു സ്റ്റോറേജ്. നമ്മൾ ഇനി റൺടൈം എൻവയോൺമെന്റിൽ വേണം നമ്മുടെ സോഴ്സ് ടെക്സ്റ്റിനെ എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ദിസ് ആർ ദി സോഴ്സ് ലാംഗ്വേജ് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ പ്രൊസീജിയർ എന്താണ്, പ്രൊസീജിയറിനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രൊസീജിയർ നെയിം, പ്രൊസീജിയർ ഐഡന്റിഫൈഡ് സ്റ്റേറ്റ്മെന്റ്, പ്രൊസീജിയറിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓൾസോ പ്രൊസീജിയർ എന്തായിരിക്കണം? നോൺ ഓവർലാപ്പിംഗ് ആയിരിക്കണം, നെസ്റ്റഡ് ആയിരിക്കണം. ഓൾസോ ആക്ടിവേഷൻ ട്രീ എന്ന് പറയുന്ന ഒരു ഏരിയ. ഓക്കെ, താങ്ക് യു.